അയ്യോ അയ്യോ എൻ്റെ അമ്മേ അയ്യോ എൻ്റെ അമ്മേൻ്റെ അമ്മേ പ്രകാശ അയ്യോ പ്രകാശ അയ്യോ പ്രകാശ അയ്യോ അയ്യോ പ്രകാശ എണീക്കടാ എണീക്ക് അയ്യോ എണീക്ക് എണീക്ക് മോളെ എത്ര ആൾക്കാർ എന്താ എല്ലാവരും കൂടി വന്നേ എടാ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ മാത്രമല്ല ഞാൻ എന്റെ കോച്ച് സദാശിവേ ആ തലയ്ക്ക് അടി പിടിക്കുമ്പോ ഒരാളൊക്കെ 10 ആളായിട്ട് തോന്നുക എടാ ഇത് ഞാനാണ് കോച്ചാ ഞാനാ കോച്ച് സദാശിവേ ഈ നല്ല ചെറ്റിയാണല്ലോ എടോ കോച്ചിനോട് ഇങ്ങമ്മ ഇത് വർത്താനോടോ പറയുന്നത് അല്ല നിന്നെ ഈ പുലിക്കൂട്ടിലേക്ക് വലിച്ചെറിയണ എറിഞ്ഞു പോയിങ്ങാണ്ട് ഇജ്ജി അങ്ങോട്ട് പോയി കുത്തിരിക്കേനി എടോ നാളെ നമുക്ക് 5 മണിക്കല്ലേ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഇന്ന് പർച്ചേസ് ചെയ്യണ്ട മോനെ നാളെ രാവിലെ അതിനുള്ള സമയം ഉണ്ടാവുമോ ഈ പെരുമ്പാമ്പിന്റെ മാതിരി ഇന്നെ മൂലക്കിലിട്ട് തച്ച് കൊല്ലുമ്പോ ഈ പർച്ചേസിന് പോയിക്കാം കണ്ടന്റ് വേണോ എനിക്കുള്ളത് കിട്ടി കിട്ടിയോ ഇനി വേണ്ടല്ലോ അങ്ങനെ അതൊക്കെ പോട്ടെ ആരായിരുന്നു ഇതിന്റെ എതിരാളി മൈക്ക് ടൈസേ മൈക്ക് ടൈസൺ ആ നമ്മള് മൈക്ക് ടൈസേ ഇമ്പോള് മൈക്ക് ടൈസൺ എന്റെ അമ്മോന്റെ മോനാ അല്ലാന്ന് അതല്ല ഞാൻ ചോദിച്ചു അമേരിക്കന്റെ മൈക്ക് ടൈസൺ അല്ലേ ആ അമേരിക്കന്റെ അല്ലേ ആന്ന് അതല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ ആള് നട മനുഷ്യനല്ല ചെയ്ത്താന ആ ഒരു ബിരിയാണി ചെമ്പിന്റെ മൂടുമായിരിക്ക മുഖ ആ ഒരു ഒറ്റ കുത്ത് 350 പൗണ്ട് വെയിറ്റ് 350 പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഈയൊക്കെ ഒരു കോച്ചല്ലേ എനിക്ക് പൗണ്ട് എന്ന് പറഞ്ഞാലൊന്നും അറിയില്ല പിന്നെ വേറൊരു സംഭവം ടൈസനും ഇനി മുഖാമുഖം നിന്ന സമയത്ത് അടിക്കാൻ പോയ സമയത്ത് എനിക്ക് ടൈസനോട് തോന്നിയ വികാരം എന്തായാലും എനിക്ക് അമ്മയും പെങ്ങന്മാരില്ല ഇഷ്ടം അല്ല ഒരു മനുഷ്യനെ മരക്കഷ്ണം പോലത്തെ ഒരു ചങ്ങായിനെ കാണുമ്പോൾ വികാരാ തോന്നുക ടൈസൺ എന്താ സിൽക്ക് സ്മിത്തോ ഞാൻ അതല്ല ചോദിച്ചത് എനക്ക് എന്താ തോന്നിയെന്ന് അടിക്കാനാണോ അല്ലെങ്കിൽ ചാടി ചവിട്ടാ എന്താ തോന്നിയത് എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മനെ കാണണം വേറെന്ത് പിന്നെ നേരെ പിടിച്ചിങ്ങാണ്ട് ഞാൻ അറിഞ്ഞ എനിക്ക് ബോധമില്ലല്ലോ ബോധമില്ലേ അടി കിട്ടിയത് എനിക്ക് ബോധമില്ലേ തീരെ ഇങ്ങനെ പിന്നെ ആൾക്കാർ പറഞ്ഞു എന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയിക്കാണ്ട് ഒരു റിങ്ങിന്റെ മൂലക്കിൽ ഇട്ടുകാണ്ട് തൈസം മടിയിൽ വെച്ചിട്ട് സാക്കുറൂസൻ തബല വായിക്കുന്നതായി വായിക്കുന്നു ഇത് വേറെ ആൾക്കാർ പറഞ്ഞ വേറെ ആള് പറഞ്ഞ അയ്യോ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പ്രകാശ ആക്കെ പോട്ടെ എത്ര റൗണ്ട് ഉണ്ടായിരുന്നു റൗണ്ട് 4 റൗണ്ട് പിടിച്ചെന്ന് 4 റൗണ്ട് പിടിച്ചത് അത് നമ്മളെ ഇന്ത്യക്കാരെ ഒരു എന്താ പറയാ ഒരു സംഭവം തന്നെയാണ് ഫസ്റ്റ് റൗണ്ട് സാഹസ്യമായിട്ട് ടൈസൺ ജയിച്ചു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് സാഹസ്യമായിട്ട് ഞാൻ തോറ്റു മൂന്നാമത്തെ റൗണ്ട് ശരിക്കും കടാ പിടിച്ചിട്ട് ടൈസൺ ജയിച്ചു നാലാമത്തെ റൗണ്ട് ശരിക്കും ഞാൻ പിടിച്ചു നിന്ന് തോറ്റു മൊത്തം വിളിച്ചറിയാം വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ നാട്ടിലേക്ക് പോയാലും ചെയ്യാ ഒരൊറ്റ കാര്യം ചെയ്യാം നമ്മൾ നാട്ടിലേക്ക് പോകുക അതിന് ഇവിടെ വന്നിട്ട് കാര്യമല്ല നമ്മളെ മാനൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഞാൻ നാട്ടിലേക്കില്ല തോറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിന്റെ ഭാര്യ എന്നെ തച്ചാളൂ ഭാര്യ തക്കാനോ എന്റെ ഭാര്യ എന്നെ തല്ലല്ലോ ഭാര്യ തല്ലും ഭാര്യന്റെ അനിയത്തി തല്ലും അമ്മായിമ്മ ചവിട്ടും തുപ്പും എന്തൊരു അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നത് ഭാര്യ തല്ലും അമ്മായിമ്മ കുത്തും ചവിട്ടു ഉളുപ്പുണ്ട് ചങ്ങായി കണക്ക് പെണ്ണുങ്ങളോട് അടി കിട്ടുന്ന കാര്യമൊക്കെ വിളിച്ചറിയാ എന്തുളിപ്പടോ ഞാൻ കിട്ടിയത് തുറന്നു പറയണേ കൂട്ടത്തിൽ കിട്ടിയിട്ട് മിണ്ടാണ്ട് കിടക്കുന്ന ആൾക്കാരെ അതൊക്കെ ഒരു സംഭവമാ ഞാനൊന്നും പറയുന്നില്ല ഇനി നാട്ടിലേക്ക് ഉണ്ടോ നാട്ടിലേക്ക് എടോ കരിപ്പൂർ ഇറങ്ങിയിട്ട് ഇനി ആശുപത്രിയിലേക്ക് എന്തായാലും നമ്മളെ ആൾക്കാരൊന്നും നമ്മളെ നോക്കും തോന്നില്ല മെല്ലനെ വീട്ടിൽ പോയിട്ട് ഭാര്യന്റെ ഒപ്പം പോയി ഭക്ഷണം കഴിച്ചോ പൊന്നാരെ കോച്ച് എനിക്കൊന്നും വേണ്ട ഞാൻ ടൈസനോട് ഇപ്പൊ 350 പൗണ്ടിന്റെ കുത്താ കിട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യന്റെ വക 650 പൗണ്ടിന്റെ തേമ്പായിരിക്കും കിട്ടുക അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നെ അനാഥമന്ദിരത്തിൽ കൊണ്ടിട്ടാ മതി പൊന്നാരെ കോച്ചേ തിരിഞ്ഞു നോക്കുമ്പോൾ